ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താറിയോ, ഇന്ന് നമ്മളെ ഈ ഒരു കുഞ്ഞ ബോർഡെന്നൊന്നും പറയാൻ പറ്റില്ല, ഇത്രയും വലുതാണ്. ഈ ബോർഡ് വെച്ചിട്ട് നമ്മൾ തട്ടിക്കൂട്ട് പണി ചെയ്യാൻ പോവാണ്. എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ. അപ്പൊ എനിക്ക് വർക്കാവോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാൻ പോവാനായിട്ടാ. അപ്പൊ ഇങ്ങനത്തെ ബോർഡ് കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നോക്കി വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ സീസൺ ആണല്ലോ, കാരണം കേക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് വേസ്റ്റിൽ കൊണ്ടുവരുന്ന സാധനം നമുക്ക് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ. കണ്ട, ഇത്രയും എൻ്റെ ബ്രഷ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതുപോലെ ഒരു ബ്ലാക്ക് പെയിന്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബ്ലാക്കിൻ്റെ ഞങ്ങളുടെ സെലോ ടിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫ്രെയിം ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെയുള്ള പെയിന്റ് ചെയ്യേണ്ടത്, അപ്പോൾ പുറത്തേക്ക് വരാണ്ടിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കി, ഇങ്ങനെ നമുക്ക് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ പോരോന്നുള്ളൊരു പേര് മാത്രമാണ് എനിക്കുള്ളൂ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഇതുകൊണ്ടാണ് ഒട്ടിച്ചൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇങ്ങനത്തെ ടേപ്പായതുകൊണ്ടേ മൊത്തം അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു ഇത്തിരി ഉള്ളൂ. അവിടെ നമ്മളൊരു ഭാഗം അടിക്കുന്നു, പിന്നെ ഇവിടേക്ക് കയറുന്നു, അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെയൊക്കെ നല്ലപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ ചെറുതായിട്ട് കൊളായോ എന്നൊരു ഡൗട്ട്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. ഫോട്ടോയൊക്കെ വെച്ച് വരുമ്പോഴേക്കും നല്ല രസമുണ്ട്. പിന്നെ ആ വെട്ടിയ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, ആകെ വൃത്തികെട്ട കോലയുണ്ട്. പിന്നെ വലിയ സീനൊന്നുമില്ല. പിന്നെ ആകെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ മാച്ച് കൊടുത്തു, ഈ സാധനം വെച്ചിട്ട്. പിന്നെ പെയിൻറ് ഞങ്ങൾ ലാസ്റ്റ് ഒരു വഴി വൈറ്റ് അടിച്ചു കൊടുത്തിട്ട് ഞാൻ മായ്ച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ ചെയ്തേട്ടാ. ലാസ്റ്റ് ഒരുവിധം മര്യാദക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടവർക്കൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ എൻ്റെ നിങ്ങൾക്ക് പൂവൊക്കെ വരയ്ക്കാണെങ്കിൽ അതൊക്കെ വരച്ചു കൊടുക്കാം. അല്ലാത്ത ഒരു ഫോട്ടോ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയായാലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു പരിപാടി കൂടി ചെയ്യാണ്ട്, അത് വന്നിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അറിയോ, എൻ്റെ ചേട്ടൻ്റെ പേര് എഴുതിയിട്ടാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഫോട്ടോ ഒട്ടിക്കാം, പിന്നെ നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും പേര് എഴുതിയിട്ട് മൈ ബെസ്റ്റ് ഫാമിലിന്നോ എന്തായാലും എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ഹാപ്പി ക്രിസ്മസ് മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. പിന്നെ ഇക്കൊല്ലം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങളല്ലേ. അപ്പം ഇത് അതിന് ഉപകാരപ്പെടും. അങ്ങനെ ഇല്ലാത്തവർ ആ കൂട്ടുകാരിയുടെ തന്നെ ഫോട്ടോ ഒട്ടിച്ച് ഹാപ്പി ബർത്ത്ഡേന്നോ ഹാപ്പി ക്രിസ്മസിനോ എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ ഈ കല്യാണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് അവരുടെ രണ്ടാളുടെയും ഫോട്ടോയൊക്കെ ഒട്ടിച്ച് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പൂ തന്നെ വെറുതെ നല്ല ഡിസൈനായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരുടെയും ഫോട്ടോയൊക്കെ ഒട്ടിച്ച് നല്ല രസത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.